റൈഫൽ ക്ലബിൻ്റെ റിവ്യൂ പറയാൻ വന്നിരിക്കുക. ആക്ച്വലി ഞങ്ങൾ റൈഫൽ ക്ലബ്ബ് ഇന്നലെ കണ്ട സിനിമയാണ്, സമയം കിട്ടിയില്ല ചെയ്യാൻ. സോ ഇന്ന് മാർക്കോ കണ്ടു കഴിഞ്ഞതിന് ശേഷം രണ്ടുകൂടെ ഒരുമിച്ച് അങ്ങ് പറയാമെന്ന് വെച്ചു. സോ റൈഫൽ ക്ലബ്ബ് ആഷിഖ് കപൂറിൻ്റെ ബെസ്റ്റ് എൻ്റർടൈനർ അത് തന്നെ. നോർമലി എൻ്റർടൈനർ പടങ്ങൾ ആഷിഖ് കപൂർ ചെയ്ത് നമ്മളങ്ങനെ കണ്ടു. ഇപ്പം എനിക്ക് തോന്നുന്നു എൻ്റർടൈനർ എന്ന് പറയാനാണെങ്കിൽ സോൾട്ട് ആൻഡ് പെപ്പർ അല്ലെങ്കിൽ നമ്മൾ ഡാഡി കൂൾ, അതൊക്കെയാണ് ആ വൈബിൽ വന്ന പടങ്ങൾ. ബട്ട് അതിനേക്കാളൊക്കെ ഈ എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള ലൈനിൽ കുറച്ചുകൂടെ എന്റർടൈൻമെന്റ് സാധനമാണ് സോഫർ വന്നിട്ടുള്ളത്. അത് അവരുടെ ഭാഷ പറഞ്ഞ ഒരു പ്രകൃതി മാസം അല്ലേ? അങ്ങനെയല്ല, അത് ആക്ച്വലി കംപ്ലീറ്റ് ശരിയാണ്. ശരിക്കും പ്രകൃതി വെടി, അതാണ് പ്രകൃതി വെടിവെപ്പ്. അയ്യോ, ഡബിൾ മീനിങ് അല്ലേ? അതാണ് സാധനം. സിനിമ ബേസിക്കലി നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് കണ്ടൊരു പടം, നന്നായി എൻജോയ് ചെയ്ത് കണ്ട പടമാണ് ഈ സിനിമ. നിങ്ങൾ ആ ഒരു ഹൗസ്ഫുൾ തിയേറ്ററിൽ നല്ലൊരു ക്രൗഡിന്റെ കൂടെ എൻജോയ് ചെയ്യുന്ന, റെസ്പോണ്ട് ചെയ്യുന്ന ക്രൗഡിന്റെ കൂടെ കണ്ടു കഴിഞ്ഞാൽ നല്ല രസമാണ്. കൈയടിക്കാനുള്ള ഡയലോഗുകളുണ്ട്, നമുക്ക് ചിരിക്കാനുള്ള സാധനമുണ്ട്, നല്ല പഞ്ചുകളുണ്ട്, അടിപൊളി പെർഫോമൻസസ് ഉണ്ട്. ഗംഭീര പടമാണ്. ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എനിക്ക് തോന്നിയത് ഡയലോഗ് റൈറ്റിംഗ്. അതായത് ഇതിലിപ്പോൾ റൈറ്റേഴ്സായിട്ട് ദിലീഷ് കരുണാകരനുണ്ട്, ശാംപുഷ്കരനുണ്ട്, പിന്നെ ഷറഫു സുഹാസുണ്ട്. ഇവർ 3 പേരുമാണ് ഈ റൈറ്റേഴ്സിൻ്റെ ലിസ്റ്റിലുള്ളത്. അപ്പോൾ അതിൽ ഈ ഡയലോഗ് റൈറ്റ് ചെയ്തേക്കുന്നത് ഇവരെല്ലാവരുടെയും കോൺട്രിബ്യൂഷൻസ് ഉണ്ടാവുമല്ലോ. എന്നാലും നമുക്ക് ശാംപുഷ്കരൻ ആവാമെന്ന്, അതായത് മെജോറിറ്റി ഡയലോഗ്സിലും ശാംപുഷ്കരൻ്റെ ഒരു ടച്ച് നമുക്ക് കാണാൻ പറ്റും. അതായത് ഇപ്പോൾ ഒരു ലൈനിൽ നമുക്ക് ഒരുപാട് കഥ പറയുന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ട്. അത് കുറച്ച് ഭയങ്കര രസമാണ്. അതിലാണ് ഈ ഹ്യൂമർ പടത്തിൽ നന്നായിട്ട് ഡാർക്ക് ഹ്യൂമർ. അത് തന്നെ, അതായത് ഹ്യൂമർ എന്നുള്ളത് ഈ സിനിമയിൽ ഡാർക്ക് ഹ്യൂമറാണ്. പക്ഷെ നല്ല രസമായിട്ടാണ് അത് വർക്ക് ചെയ്തിരിക്കുന്നത്. ഒരിടത്തും ഒരു ക്യാരക്ടർ നിന്ന് കഥാപ്രസംഗം പറയുന്ന പോലത്തെ നമുക്ക്, അതേപോലെ ഇപ്പം അനുരാഗ് കശ്യപിനെ പോലെ ഒരാളെ കൊണ്ടുവന്നിട്ട് നോർമലി ജയിക്കുക ആരാ, നമ്മുടെ ശോഭിതലനെ കൊണ്ടങ്ങ് ഡബ് ചെയ്യിച്ചു. പക്ഷെ ഇത് പുള്ളിയെ കൊണ്ട് തന്നെ ഡബ് ചെയ്യിച്ച് മിക്സഡ് ഹിന്ദി മലയാളം മിക്സ് ചെയ്ത പോലെ സംസാരിക്കുന്നത് ഭയങ്കര രസമായിട്ടാണ് പടത്തിൽ വന്നിരിക്കുന്നത്. നമുക്ക് ആ ഒരു പുള്ളി ആ ഓപ്പോസിറ്റിൽ നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് ആ പടം ഇത്രയും രസമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് കിട്ടത്തില്ല. ഇപ്പൊ പുള്ളിയെ നമ്മളൊരു വില്ലനായിട്ട് സിനിമയിൽ റിപ്ലേസ് ചെയ്യുമ്പോൾ പോലും നമ്മൾ ഈ യൂഷ്വലി കാണുന്ന പോലെ ഭയങ്കര കൊടൂര വില്ലനൊക്കെ തന്നെ, എന്നാലും ഈ വില്ലനിൽ ഒരു ഹ്യൂമർ സൈഡ് ഉണ്ട്. ആ ഹ്യൂമർ സൈഡ് അങ്ങനെയാണ് സിനിമ. ആ സിനിമയിൽ ആരും തന്നെ ഈ സീരിയസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. എല്ലാവരും നമ്മൾ കാണുമ്പോൾ എല്ലാവരുടെ ഉള്ളിൽ എല്ലാവരും റിയലിസ്റ്റിക് ആണ്, റിയലായിട്ടാണ് എല്ലാവരും നിൽക്കുന്നത്. അറ്റ് ദ സെയിം ടൈം എല്ലാവരിലും ഒരു എത്ര പെയിനിലും ഒരു ചെറിയൊരു ഹ്യൂമർ സാധനം അതിനകത്ത്. അതായത് ആക്ച്വലി ഇത് റിയലിസ്റ്റിക് ആണെങ്കിലും ഈ സിനിമയുടെ സെറ്റിംഗ് എന്ന് പറയുന്നത് ഒരു പീരിയോഡിക് സിനിമ, അതായത് 1991 ആണ് ടൈം. അപ്പോൾ ആ സമയത്ത് ഒരു 2 ദിവസം നടക്കുന്ന കഥ പോലെ കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു ടൈമർ സെറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതിനകത്ത് കുറച്ച് ലാർജർ ദാൻ ലൈഫ് പരിപാടികൾ, അതായത് വളരെ റിമോട്ടായി നിൽക്കുന്ന രീതിയിൽ നടക്കും. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഗൺ ഷൂട്ട് ഔട്ട് പരിപാടിക്കൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ടാക്കി റൈഫിൾ ക്ലബ്ബ്. അവിടെ ആകുമ്പോൾ ഗൺസിന് ഒരു പഞ്ഞമില്ല. ബേസിക്കലി ഈ പടത്തിന്റെ വൺ ലൈൻ എന്ന് പറയുന്നത് ഒരു റൈഫിൾ ക്ലബ്ബിൽ ഗൺസുമായിട്ട് കുറച്ച് ആൾക്കാർ അതിക്രമിച്ച് കയറിയാൽ എന്ത് സംഭവിക്കും, അതാണ് അതിനകത്ത് സംഭവിക്കുന്നത്. പിന്നെ വെട്ടിപ്പടക്കം 4 ഭാഗത്തൊന്നും വെട്ടിപ്പടക്കം പരിപാടി വെടിമൂട് അത് തന്നെ. അതായത് ശരിക്കും എന്താ പറയുക, നമുക്ക് ശരിക്കും അഡ്രിനാലിൻ റഷ് തരുന്ന കുറേ സീക്വൻസ് ഉണ്ട്, അതിനോടൊപ്പം ചിരിപ്പിക്കും. അതായത് ഈ മാസിൻ്റെ കൂടെ തന്നെ ചിരിപ്പിക്കും. എസ്പെഷ്യലി നമ്മുടെ ദിലീഷ് പോത്തന് ഇത്രയും കിടിലനായിട്ട് മാസ് അപ്പീൽ ഉണ്ടെന്നുള്ളത് ഈ സിനിമ കാണുമ്പോൾ അല്ലേ. നമുക്ക് ദിലീഷ് പോത്തന് ഇതിനു മുമ്പ് ഞാൻ ഒരു പേഴ്സണലി കുറച്ച് മാസ് അപ്പീലുള്ളൊരു സാധനം കണ്ടത് ഓ ബേബിയിലായിരുന്നു. ഓ ബേബി ഒരുപാട് ആൾക്കാർ മെജോറിറ്റിക്ക് തിയേറ്ററിൽ മിസ്സായൊരു സാധനമാണ് ഓ ബേബി. പക്ഷെ ഇതില് ഓ ബേബി എന്ന് പറയുമ്പോൾ അത്രയും റിയലിസ്റ്റിക് ആയിട്ട് ഭയങ്കര ഒരു ക്ലോസ് ടു റിയാലിറ്റി ആയിട്ട് ഭയങ്കരമായിട്ട് പുള്ളിക്കൊരു മാസ് അപ്പീൽ റോളായിരുന്നു അതിനകത്തുണ്ടാകും. പക്ഷെ ഇതിൽ എന്ന് പറയുമ്പോൾ മറ്റേ അവറാൻ, സെക്രട്ടറി അവറാൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഭയങ്കര ക്ലിയറായിട്ടാണ് ചെയ്തേക്കുന്നത്. പിന്നെ പുള്ളിയുടെ ഒരു സ്വാഗ് ഉണ്ട്, പുള്ളിക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കുറച്ച് ഡയലോഗ് സാധനങ്ങളുണ്ട്. എസ്പെഷ്യലി നേരത്തെ പറഞ്ഞ ഡബിൾ മീനിങ്. അതിന് ആക്ച്വലി 2 രീതിയിലാണ് പറയാം. ഇവർ ആക്ച്വലി ഡബിൾ മീനിങ്ങിനെതിരെയുള്ള ആൾക്കാരായിരുന്നല്ലോ. അപ്പൊ ഇവർ അതിനെ തന്നെ ട്രോൾ ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന പോലത്തെ ഒരു രീതിയിലാണ് അവരത് പറഞ്ഞിരിക്കുന്നത്. അത് ആക്ച്വലി അങ്ങനെയാണ്. അതിനെ അവരങ്ങനെ ഭയങ്കര ഡബിൾ മീനിങ് ആണ്. അതിനെ അതായത് അവരെ തന്നെ ട്രോൾ ചെയ്യുന്നെങ്കിലും ആരെ ഹർട്ട് ചെയ്യാത്ത പോലെ ഡബിൾ മീനിങ് പറയുന്നത്. പക്ഷെ അവരെ തന്നെ ട്രോൾ ചെയ്യുന്ന പോലത്തെ പരിപാടിയാണ്. അവർ തന്നെയാണല്ലോ ഇത് തെറ്റാണെന്ന് പറഞ്ഞ് സിനിമകൾ കൊണ്ടുവന്നവരാണ്. അപ്പൊ അവർ തന്നെ അതിനെ ട്രോൾ ചെയ്യുന്ന പോലത്തെ ഒരു പരിപാടി. അത് കൊള്ളായിരുന്നു.
അങ്ങനെ കുറേ പടത്തിൽ ഒരുപാട് ഈ ഹ്യൂമർ സ്റ്റാർട്ട് ടു എൻഡ് ഏറ്റവും ക്ലൈമാക്സ് ഷോട്ട് വരെ ആ ഹ്യൂമർ സാധനം പടത്തിൽ ത്രൂ ഔട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാ ക്യാരക്ടേഴ്സും ഇപ്പോൾ നോർമലി നമ്മൾ പടത്തിലൊരു എന്താ വെറുതെ പ്ലേസ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് അങ്ങനെ ആരും ഇല്ല ഇതിനകത്ത് ശരിക്കും. കാരണം ഈ ഫില്ല് ചെയ്യാൻ വേണ്ടി കുറേ ആൾക്കാരെ ചിലപ്പോൾ കൊണ്ടുവരും, കുടുംബക്കാരായിട്ടൊക്കെ കുറേ ആൾക്കാരെ കൊണ്ടുവരും. ഇവിടെ എല്ലാ ആൾക്കാർക്കും അതിൻ്റെതായ റോളുണ്ട്. ശരിക്കും ഒരു ക്രൗഡ് തന്നെ ഉണ്ട് അതിനകത്ത്. അത് പക്ഷേ അതെനിക്കൊരു ഭയങ്കര ക്രൗഡഡ് ആയിട്ടൊരു ഫീൽ നമുക്ക് തോന്നത്തില്ല. ബട്ട് അത് ഇവരെല്ലാവരും നമുക്ക് ഈ സിനിമ ഇങ്ങനെ ഒരു ദിവസത്തെ ഇവൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ക്യാരക്ടേഴ്സിൻ്റെയൊക്കെ ബാക്ക് സ്റ്റോറി എന്താണെന്ന് നമുക്കിങ്ങനെ ഒരുപാട് പറയാനോ അതിനുള്ള സമയമൊന്നുമില്ല. പക്ഷെ ഇവരെല്ലാവരും കാണുമ്പോൾ നമുക്കറിയാം ഇവർക്ക് എല്ലാവർക്കും എന്തോ സംഭവമുണ്ട്. ഈ ക്യാരക്ടേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണെങ്കിലും മറ്റേ വളരെ ഒറ്റ ഡയലോഗിൽ അവരുടെ ഒരു ബാക്ക് സ്റ്റോറി ഡിഫൈൻ ചെയ്യുന്ന പോലെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി അവർ ക്യാരക്ടർ എന്താ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത് എവിടെയെങ്കിലും ഒക്കെ അവർ പറയുന്നുണ്ടാവും. അപ്പൊ അതില് സ്ത്രീകളായിട്ട് വന്ന വാണി വിശ്വനാഥ്, ഈ പറഞ്ഞ ഉണ്ണിമായ, പൊന്നമ്മ ബാബുവിനെ നമ്മൾ നോർമലി അങ്ങനെ വന്ന് ഓക്കെ പിന്നെ മാറിപ്പോകുന്ന ഒരു ക്യാരക്ടർ എന്നാ വിചാരിച്ചൊരു പോയിന്റിൽ പൊന്നമ്മാവിന്റെ ഒരു ഡയലോഗ് ഉണ്ട്. അത് തിയേറ്ററിൽ നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. അതിന്റെ അനുസരിച്ചൊരു കിടിലൻ പെർഫോമൻസ് പുള്ളിക്കാരുടെ വരുന്നുണ്ട്. ഇവരെല്ലാവരും ഈ ഹ്യൂമർ ലൈനിലാണ് അവരെ നിർത്തിയിരിക്കുന്നത്. പിന്നെ ഈ സിനിമയിൽ ഞങ്ങളെ ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്തതും അതുപോലെ സർപ്രൈസ് ചെയ്തതും ഹനുമാൻ കൈൻഡിന്റെ സ്ക്രീൻ പ്രസൻസ്. അത് പുള്ളി ഈ ഹനുമാൻ കൈൻഡ് നമ്മുടെ ബ്രാൻഡ് ബിൽഡായി ഓൾറെഡി ആ ബ്രാൻഡ് പുള്ളി അങ്ങനെ ആ പേരിൽ റാപ്പറായി നിൽക്കുന്നു. പക്ഷെ പുള്ളിയുടെ ബിഗ് ഡോഗ്സ് ഇറങ്ങുന്ന സമയത്താണ് നടക്കുന്നത്. അതിന് ആ സമയത്താണ് ഇത് ഷൂട്ട് നടക്കുന്നത്. ഇത് കഴിഞ്ഞിട്ടാണ് ബിഗ് ഡോഗ്സിന്റെ ഷൂട്ടൊക്കെ നടക്കുന്നത് പുള്ളി ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് അതല്ലേ. പക്ഷെ പുള്ളിയുടെ ഒരു സ്ക്രീൻ പ്രസൻസും പുള്ളിയുടെ ഒരു ഓൾറെഡി പുള്ളിയുടെ ഒരു സംസാരത്തിൽ തന്നെ ഒരു സ്വാഗ് ഉണ്ട്. അത് ഭയങ്കരമായിട്ട് പടത്തിനെ എലിവേറ്റ് ചെയ്യുന്നുണ്ട്. പുള്ളി മറ്റേ സ്ലോ മോഷൻ നടന്നൊക്കെ വരുന്നത് കാണുമ്പോഴത്തേക്കും മറ്റേ ഭയങ്കര സ്വാഗാണ് പുള്ളിക്ക്. അത് ഭയങ്കര രസമാണ്. അതേ സമയത്ത് അവിടെ ഈ വാണി വിശ്വനാഥിൻ്റെ സീനുണ്ട്. ഈ വീട്ടിൽ ആണുങ്ങളാരും ഇല്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും വാണി വിശ്വനാഥിൻ്റെ ഒരു റിപ്ലൈ ഒക്കെ ഉണ്ട്. അതൊക്കെ ഭയങ്കര പഴയ വാണി വിശ്വനാഥ് സാധനം. അതൊക്കെ ഭയങ്കര രസമായിട്ടുള്ള സംഭവങ്ങളാണ് പടത്തിൽ. പിന്നെ വിജയരാഘവൻ ഇപ്പം പുള്ളി അഭിനയിക്കുന്ന എല്ലാ സിനിമയിലും ഒരു ചെറിയ റോൾ കൊടുത്താൽ പോലും അത്രേ ഏരിയ പുള്ളി മൊത്തത്തിൽ അങ്ങ് എടുത്തുകൊണ്ട് പോകും എന്ന് പറയുന്ന പോലെ. അതുപോലെ പുള്ളി അങ്ങനെ അങ്ങ് എൻജോയ്, നമുക്ക് എല്ലാ ക്യാരക്ടേഴ്സും പടത്തിലെ എല്ലാ ക്യാരക്ടേഴ്സും അവരുടെ ഒരു സാധനം മൊത്തം സംഭവം ഭയങ്കര എൻജോയ് ചെയ്ത് ചെയ്യുന്നൊരു ഫീൽ നമുക്ക് കിട്ടും. ഒരു മോർ ദാൻ ഒരു സിനിമയ്ക്ക് വേണ്ടി ചെയ്യുന്നതിനപ്പുറത്തേക്ക് ഭയങ്കര ഒരു എന്താ അതിനൊരു ഡിഫൈൻ ചെയ്യാൻ പറ്റാത്തൊരു എക്സൈറ്റ്മെന്റ് എല്ലാവരുടെയും ഒരു പെർഫോമൻസ്. സിനിമയിൽ ഒരു സീനിൽ പുള്ളിയോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഇത് ഈ ഒരു ദിവസം നിങ്ങൾ ആഗ്രഹിച്ചു ചോദിക്കുമ്പോൾ വിജയരാഘവന്റെ ഒരു ചിരിയുണ്ടോ എൻ്റെ മോനെ. ആ സാധനം അത് കാണുമ്പോൾ നമുക്ക് തന്നെ ശരിക്കും ഗൂസ് ബംസ് അടിക്കും. അതുപോലത്തെ ഒരു പരിപാടി. കാരണം ഇവര് ഒരു വലിയ ഫൈറ്റിനിടയ്ക്ക്, അത് ഷൂട്ടൗട്ടിനിടയ്ക്ക് നിൽക്കുമ്പോഴാണ് ഈ ചോദ്യം ചോദിക്കും. അത് കാലിൽ വെടികൊണ്ടിട്ട് നിൽക്കും. ഈ ചോദ്യം ചോദിക്കുമ്പോൾ എപ്പോൾ വേണേലും അടുത്ത വെടി കയറാന്നുള്ള പൊസിഷൻ നിൽക്കുന്നത്. അങ്ങനെ നിൽക്കുമ്പോൾ എല്ലാവരും അയ്യോ നമ്മള് അറ്റാക്കിലാണ്, പാനിക്കൊന്നും ആവുന്നില്ല. എത്ര പേര് വന്നാലും വരട്ടെ, ഞങ്ങളുടെ കയ്യിൽ സാധനമുണ്ട് പൊട്ടിക്കും എന്ന് പറയുന്നല്ലേ. ചട്ടിക്കിട്ട് വെടി വെച്ച് ഇനി നമുക്ക് ആളെ വെടിവെക്കാന്ന് പറയാൻ സാറാ. അതെ അതെ. അങ്ങനെ അതാണ് റെക്സ് വിജയന്റെ മ്യൂസിക് കുറെ നാൾക്ക് ശേഷം നമ്മള് കുറെ നാൾ മിസ് ചെയ്തൊരു സാധനം ശരിക്കും റെക്സ് വിജയൻ. ഇപ്പം ആഷിഖ് മാത്രമേ വർക്ക് ചെയ്തുള്ളൂ. വേറെ ആർക്കും പുള്ളി ഇപ്പോൾ ഇത്രയും നല്ലൊരു മ്യൂസീഷ്യൻ അല്ലേ, ഇത്രയും നല്ലൊരു മ്യൂസീഷ്യൻ പുള്ളി വീണ്ടും ഒരുപാട് വർക്ക് ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ പുള്ളി വളരെ സെലക്റ്റീവായിട്ട് ഈ 4 വർഷം കൂടിയിരിക്കുമ്പോൾ ഒരു പടം എന്നൊക്കെ പറയുന്ന പോലെയാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കും പുള്ളി വരും ഒരു വർക്ക്. ഇനി പുള്ളി അടുത്ത പടം ചെയ്യുന്നുണ്ടോന്ന് പോലും നമുക്കറിയത്തില്ല. പക്ഷേ പാട്ടുകൾ ഗന്ധർവഗാനമാണെങ്കിലും അതിനുശേഷം ഷഹബാസമൻ്റെ ഒരു പാട്ടുണ്ട്, പിന്നെ പ്രദീപ് കുമാർ പാടിയൊരു പാട്ട് വരുന്നുണ്ട്. ഇതെല്ലാം ഭയങ്കര രസമുള്ള പാട്ടുകളാണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഭയങ്കര റെട്രോ വൈബില് ആ മ്യൂസിക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. പിന്നെ സെറ്റ് ഡിസൈനും പരിപാടി അത് അജയൻ ചാലിശ്ശേരിയാണ് ആക്ച്വലി പ്രൊഡക്ഷൻ ഡിസൈൻ. അതുകൊണ്ട് തന്നെ നമുക്ക് ഊഹിക്കാം. അതെ, ഈ അതിന്റെ ഇന്ത്യയിനകത്തൊരു ബാർ സെറ്റ് ചെയ്തിരിക്കുന്നതും ആ റൈഫിൾ ക്ലബ് എന്നുള്ള ആ ഗന്ധർവഗാനത്തിന്റെ സമയത്തെ സെറ്റിങ്ങും എല്ലാം അതൊക്കെ ഭയങ്കര രസമുള്ള. പിന്നെ സിനിമയിൽ സിനിമോട്ടോഗ്രഫി ചെയ്തിരിക്കുന്നതും ആഷിഖ് കപൂർ തന്നെ. അതെ അതെ, വിഷ്വലി ഭയങ്കര രസമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ എന്താ കുറേ കാട്ടിലുള്ള സീക്വൻസും കാര്യങ്ങളും എല്ലാം ചെയ്തിരിക്കുന്നതും പിന്നെ ഈ ലൈറ്റിംഗ് ഒക്കെ കുറച്ച് കാട് ശരിക്കും കാടായിട്ട് അങ്ങ് ഫീൽ ചെയ്തിട്ടുണ്ട്. ബട്ട് അത് ആക്ച്വലി ഡേ ടു നൈറ്റ് ആണ് തോന്നുന്നത്. മറ്റേ വണ്ടിയൊക്കെ വരുന്ന സീക്വൻസിൽ നമുക്കത്. പിന്നെ VFX മറ്റേ കുറേ സാധനങ്ങൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പന്നിയുടെ ഒക്കെ സീക്വൻസ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ കടുവയുടെ ഒരു സീക്വൻസ് ഉണ്ട്. അത് ആക്ച്വലി കുറച്ച്
റഷ് ചെയ്തൊരു റഷ് ചെയ്തെന്നല്ല, അതിന് മാത്രം നമുക്കൊരു കുറച്ചൊരു അഡ്ജസ്റ്റ്മെന്റ് പരിപാടി ഫീൽ ചെയ്യും. അത് തന്നെ. ബട്ട് ഓവറോൾ നോക്കുകയാണെങ്കിൽ സിനിമ ഭയങ്കര രസമാണ്. പിന്നെ ഈ സെക്കൻഡ് ഹാഫിൽ ഈ ഗൺ ഫൈറ്റ് തുടങ്ങുന്നിടത്തും ഒന്ന് തീരുന്ന ഒരു ആ സമയമുണ്ടല്ലോ, അത്രയും സമയത്തിനിടയ്ക്ക് തന്നെ ഒരു ഹൈ ലോ എല്ലാം വരുന്നുണ്ട്. അതായത് കുറച്ച് സമയത്ത് കുറച്ച് ഹൈ ആവും, പിന്നെ ഒന്ന് ലോ ആവും, പിന്നെ ഹൈ ആവും, അങ്ങനെ. ആ ലാസ്റ്റ് ഷോട്ടിലൊക്കെ നല്ല രസമാണ്. അത് എൻഡ് ചെയ്യുമ്പം ഭയങ്കര നല്ല പവറിൽ കൊണ്ട് ഭയങ്കര നല്ലൊരു പഞ്ചിനെ കൊണ്ടാണ് നിർത്തുന്നത്. അപ്പോൾ റൈഫിൾ ക്ലബ്ബ് സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവർ തിയേറ്ററിൽ തന്നെ പോയി പടം കാണുക. നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് തരുന്ന ഒരു പടമാണ്. ഭയങ്കര സാറ്റിസ്ഫൈങ് തിയേറ്റർ എക്സ്പീരിയൻസ് തരുന്ന ഒരു പടമായിരിക്കും. ഡെഫിനറ്റ്ലി കാണാൻ ഒരു വയനാടൻ വൈൽഡ് വെസ്റ്റ് പരിപാടി. അതെ, വൈൽഡ് വെസ്റ്റ് അല്ല, വൈൽഡ് വെസ്റ്റേൺ ഗട്ട്സ്. അതെ.